ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വീക്കെൻഡ് വ്ളോഗാണ്. സാറ്റർഡേ സൺഡേ ഒക്കെ ഫുള്ള് വീഡിയോ എടുക്കണം എന്ന് പ്ലാൻ ചെയ്ത് എടുത്ത വീഡിയോ ആണെങ്കിലും അത്രയ്ക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിവിടെ നല്ല സൂപ്പറായിട്ട് മഞ്ഞ് പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞ് പെയ്യുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെനിക്കറിയില്ല, പക്ഷേ ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആ ഡാർക്ക് വീടിൻ്റെ ആ ഒരു സ്ഥലത്തോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ പെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ തരിയായിട്ട് വീഴുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഒക്ടോബറിൽ ഒരു ചെറിയ മഞ്ഞുണ്ടായിരുന്നു. നവംബർ സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ടൊന്ന് മഞ്ഞ് പെയ്തു. പക്ഷെ ഇപ്പോൾ നവംബർ ഒരു എൻഡൊക്കെ ആവാറായപ്പോഴത്തേക്ക് നല്ല തകർത്ത് തിമിർത്ത് മഞ്ഞ് പെയ്ത് നമ്മുടെ ഇവിടെ എല്ലാം നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് കിച്ചുവും വാണിയും പുറത്ത് പോയി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വൈകുന്നേരം നമ്മൾ മഞ്ഞ് റിമൂവ് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് കിച്ചുവിനെ വാണീനെയൊക്കെ അങ്ങോട്ട് പുറത്തോട്ട് ഇറക്കി വിട്ടത്. അപ്പോൾ വാണിത മഞ്ഞ് വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു മുകളിലോട്ട്. അത് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും മഞ്ഞ് കോരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാനും കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചു, കാരണം അത്രയും തിക്കായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കിച്ചു ഇറങ്ങിക്കോളാന്ന് പറഞ്ഞ് കിച്ചും ഒരു കുഞ്ഞു ഷവലൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാർ ചെറുതായിട്ട് മഞ്ഞ്, ഇപ്പം നമുക്കൊരു 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് മഞ്ഞ് പെയ്യും എന്നൊക്കെയാണ് വെതർ ഫോർകാസ്റ്റിനകത്ത് കാണുന്നതെങ്കിലും പല പ്രാവശ്യമായിട്ട് ഇറങ്ങി കുറച്ച് റിമൂവ് ചെയ്യും. കാരണം ഇത്രയും തിക്കായിട്ട് കോരിക്കളയുമ്പോൾ അത് ഹെവി അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി റിമൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ലൈറ്റായിട്ട് കുറച്ച് കോരിക്കളയാമല്ലോ. ഈ മടിയൻ മല ചുമക്കുക എന്നുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. മഞ്ഞ് കാണാൻ നല്ല ഭംഗിയാണെങ്കിലും ഈ സ്നോ റിമൂവ് ചെയ്യുന്നത് ഇത്തിരി കട്ടിപ്പണിയാണ്. അപ്പം അതുകൊണ്ടാണ് അവർ കുറച്ചായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്കൊക്കെ എന്താണ് എല്ലാം പെയ്തിട്ട് റിമൂവ് ചെയ്താൽ പോരെയെന്ന്. പിന്നെയാണ് മനസ്സിലായത് നമ്മളാണ് മണ്ടന്മാരെന്നുള്ളത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെ നമ്മൾ കുറേ വീണിട്ടായിരുന്നു മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ രാത്രിയിലൊക്കെ പെയ്യുന്ന മഞ്ഞാണെന്നുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ നമ്മൾ വണ്ടി അതിൻ്റെ പുറത്തോട്ട് എടുത്തുകൊണ്ട് പോയി കഴിയുമ്പോൾ അതങ്ങ് തറഞ്ഞ് നല്ല കട്ടി പോലെ ഉറച്ചിട്ടുണ്ടാവും. അതാണിപ്പോൾ കിച്ചു റിമൂവ് ചെയ്യാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പോകാൻ ഒരിത്തിരി പാടാണ്, നമ്മുടെ ടയർ കയറി പോയ ആ ഒരു ഭാഗം. അപ്പം അത് തനിയെ വെതറൊക്കെ ഒന്ന് ബെറ്റർ ആകുമ്പം ഉരുകി പോവുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഐസ് ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്കൊന്ന് ഇളക്കി കളയാൻ പറ്റും. പക്ഷെ നല്ല ഹാർഡായിട്ട് അങ്ങ് പിടിച്ചിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ സൈഡ് വോക്ക് എന്തായാലും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള സൈഡ് വോക്ക് നമ്മൾ തന്നെ ക്ലീൻ ആക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് അവിടെ തെന്നിയൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്കെതിരെ കംപ്ലയിൻറ്റ് കൊടുക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കിച്ചു എല്ലാം കഴിഞ്ഞാൽ മഞ്ഞിനകത്ത് വീണ് അവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞ് നല്ല തിക്കായിട്ട് വീണിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഞ്ഞ് കോരൽ പരിപാടിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും അകത്ത് വന്നു. ഇനി നമുക്ക് വൈകുന്നേരം ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് വൈകിട്ട് 5 മണിക്ക്. അപ്പം ഞാൻ രാവിലെ വീഡിയോ എടുക്കാൻ തുടങ്ങി, ഇത്തിരി വീഡിയോ എടുത്തു. പിന്നെ ശരിക്കും പിന്നെ ഭയങ്കരമായിട്ട് ലേസി ആയിട്ട് ഒന്നും ചെയ്യാൻ തോന്നാത്തൊരു ദിവസമായിരുന്നു, തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് തീരുമാനിച്ചു. പിന്നെ വൈകുന്നേരം ഇവർ സ്നോ ഒക്കെ റിമൂവ് ചെയ്യാൻ ഇറങ്ങിയപ്പോഴാണ് വീണ്ടും വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും മഞ്ഞ് വീഴുന്നതും കോരുന്നതും ഒക്കെ കാണാൻ ഇഷ്ടമാണല്ലോ, അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിന്ന് വൈകിട്ട് 5 മണിക്ക് ഒരു മസാജ് അപ്പോയിൻമെൻ്റ് ആണ്. നമ്മുടെ ജോലി സ്ഥലത്തു നിന്ന് നമ്മുടെ പൈസ ഡിഡക്റ്റ് ചെയ്യുമല്ലോ, അതിനകത്ത് ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോലെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് മസാജ്. അപ്പം നമ്മൾ ആ ഒരു 1 ഇയറിൽ അത് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസംബർ ആകുമ്പം ലാപ്സായി പോകും. പിന്നെ അടുത്ത വർഷത്തെ ബെനിഫിറ്റ്സ് അടുത്ത വർഷം യൂസ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പം നമ്മൾ അങ്ങനെ മസാജ് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. ഇതൊരു വീടിൻ്റെ ബേസ്മെൻ്റ് ആണ്, പക്ഷെ ലൈസൻസ്ഡ് ആയിട്ടുള്ള മസാജ് തെറാപ്പിസ്റ്റുകളാണ് അവിടെ. ഏറെ വർഷങ്ങളോളം നമ്മൾ ഇതിന് പോയിട്ടേ ഉണ്ടായിരുന്നില്ല, എല്ലാ വർഷവും ലാപ്സായി പോവായിരുന്നു. ഇപ്പം റീസെൻ്റ്ലി ആണ് നമ്മൾ പോകാൻ തുടങ്ങിയത്. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടാണ് നമ്മൾ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്രാവശ്യം പോയപ്പോൾ ആ മസാജ് തെറാപ്പിസ്റ്റ് എന്നോട് ചോദിച്ചു പ്രഷർ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു. കാരണം അവർ തിരുമിയ സമയത്ത് എനിക്ക് അത്രയും ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ നമ്മൾ പ്രഷർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഒത്തിരി കുറച്ച് കഴിഞ്ഞാലും ആ ഒരു തിരുമുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. എനിക്ക് ഇച്ചിരി പ്രഷറായിട്ട് തിരുമുന്നത് മതിയെന്ന് തോന്നിയിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ പുറം പള്ളിപ്പുറമായെന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. തൊടാൻ വയ്യ, ചാരിയിരിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. നമ്മുടെ നാട്ടിൽ ചവിട്ടിത്തിരിമൊക്കെ ഉണ്ടല്ലോ, ഇത് അത്രയ്ക്കൊന്നും ഇല്ലായിരിക്കും. പക്ഷേ എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തിനെക്കാട്ടിൽ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം നല്ല പ്രഷറിൽ തന്നെ തിരുമിയെങ്കിൽ ഈ വേദന ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം ഈ വേദന വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ഇൻറ്റേർണൽ ഓർഗൻസ് എന്തോ കലങ്ങിപ്പോയെന്ന് തോന്നുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ അവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞത് മസാജ് നല്ല എഫക്റ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വേദന വരുന്നത്, 2 ദിവസം കൊണ്ട് മാറിക്കോളും. പിന്നെ അവർ നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചു നമ്മൾ ഓക്കെ ആണോ എന്നൊക്കെ. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും മെസ്സേജ് ഇട്ടു. അപ്പോൾ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ആ ലേഡി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന്. അപ്പം ഞാൻ കഴുത്താണ് പറഞ്ഞത്. നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്നുള്ള ജോലിയല്ലേ, അപ്പം കഴുത്തിൻ്റെ വേദനയൊക്കെ അവർ നന്നായിട്ട് മാറ്റി അത് മസാജ് ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അവരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ വേദന വരുമ്പോൾ നമുക്കൊരു വിഷമമാണല്ലോ, അത് മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരിനെ തന്നെ ഈ ഡിസംബറിലേക്ക് വീണ്ടും ബുക്ക് ചെയ്തു. സെയിം തെറാപ്പിസ്റ്റ് തന്നെ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ബുക്ക് ചെയ്യുന്ന ഓണർ ലേഡി ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം വേദനയാന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്ത ആൾ സ്ഥിരം അവരെ തന്നെ മതി ഇനി എനിക്കെന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്തു.
മസാജിന് പോയ കഥയൊക്കെ പറഞ്ഞ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. മസാജിന് പോയിട്ട് തിരിച്ചു വന്നും വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് സൺഡേ ഒരു ഉച്ചയൊക്കെ ആവാറായപ്പോഴത്തേക്കാണ് കേട്ടോ. രാവിലെ ആണെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് പെട്ടെന്ന് കുറച്ച് പുട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് മിച്ചം ഉണ്ടായിരുന്നൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്തും ഒക്കെ പുറത്തിന് നല്ല വേദനയുണ്ട്. അപ്പോൾ കുറച്ച് ചൂട് വെള്ളത്തിൽ കുളിക്കാം എന്നൊക്കെയുള്ളൊരു പ്ലാനിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ പിള്ളേർക്കും വീക്കെൻഡൊക്കെ ആകുമ്പോഴാണ് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ വിടുന്നത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും വൈകുന്നേരം വന്ന് എണ്ണ തേച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ കുളിക്കൽ നടക്കില്ലല്ലോ. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് ഇവരെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഷാമ്പൂ ഇട്ട് കഴുകി കളയാനായിട്ട് വിടും. കുളിയും കഴിഞ്ഞ് ഊണും കഴിഞ്ഞിട്ട് നമ്മുടെ കുക്കിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ സമാധാനമായിട്ട് വൈകുന്നേരത്തേക്കെല്ലാം റെഡിയാക്കിയാൽ മതി. നമ്മുടെ വാഷ്റൂം ആണെങ്കിലും ചെറിയൊരു കാർപ്പറ്റഡ് ഏരിയ, ചെറിയൊരു സ്പേസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ നല്ല ഹെൽപ്ഫുൾ ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഷാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. നമുക്ക് ഏതാണോ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്, പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. ഡൈസൺ ഒക്കെ നല്ലതാണ്, പക്ഷേ അതുപോലെ തന്നെ എക്സ്പെൻസീവും ആണ്. അപ്പം ഞാൻ ഏതോ ഒരു ക്രിസ്മസ് ടൈമിൽ കനേഡിയൻ ഡയറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ഷാർക്ക് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഈ ഒരു കോഡ്ലെസ് വാക്യൂം ക്ലീനർ. ഇതൊരു ഹാഫ് ആൻ അവറിൽ താഴെയൊക്കെ ചാർജ് നിൽക്കുകയുള്ളൂ, നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ പിള്ളേർക്കാണെങ്കിലും വളരെ വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പെട്ടെന്ന് ചാർജും ആവും. നമ്മുടെ ഈ ഒരു കുഞ്ഞ് ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അപ്പം നമ്മുടെ ബെഡ്റൂമിലുള്ള കാർപ്പറ്റഡ് ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ വലിയ വാക്യൂം ക്ലീനർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പം ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറേ ഓഫറും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ. അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം വാങ്ങിക്കാൻ നോക്കാൻ പറ്റിയൊരു സമയമാണ്. നല്ലൊരു പ്രോഡക്റ്റുമാണ്, നല്ല യൂസ്ഫുൾ ആണ്. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് താഴെ എത്തി, പിള്ളേരെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വിട്ടു. ഞാൻ ഡ്രസ്സൊന്നും മാറിയില്ല, കാരണം നമ്മുടെ ഒരു കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ല് നമ്മുടെ ഉടുപ്പിലൊക്കെ പിടിക്കുമല്ലോ. അപ്പം ഇട്ട ഉടുപ്പൊക്കെ തന്നെ ഇട്ടുകൊണ്ട് പോകുന്നു. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചാൽ വൈകുന്നേരം ആകും. ഓൾറെഡി പുറം പൊളിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയും തണുപ്പത്ത് വൈകുന്നേരം കുളിച്ചിട്ട് പിന്നെ ഇനി അത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഉച്ചയ്ക്ക് തന്നെ ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് പോകുന്നത്. അപ്പം അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ പുട്ടൊക്കെ എടുത്തതിൻ്റെയും ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം കഴിക്കണം. അപ്പോൾ ഇന്നലെ ശരിക്കും പറഞ്ഞാൽ മസാജൊക്കെ ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് നല്ലൊരു സൂപ്പിൻ്റെ റെസിപ്പിയൊക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ വയ്യായിരുന്നു. എങ്ങനെയൊക്കെയോ ആ സൂപ്പ് അങ്ങ് പ്രിപ്പയർ ചെയ്തു. അത് തന്നെ എന്താ പറയേണ്ടത്, നമുക്ക് ലക്കും ലഗാനും ഇല്ലാത്തുള്ള കുക്കിംഗ് ഉണ്ടല്ലോ. നമ്മുടെ ശരീരത്തിന് സുഖമില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യാന്ത്രികമായിരിക്കും എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ നമ്മുടെ ചിക്കനും ബാർലി ഇട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു ഇവിടുത്തുകാരിയാണ് കേട്ടോ, കനേഡിയൻ ആണ് പുള്ളിക്കാരി. അവർ കൊണ്ടുവന്ന് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പം ബീഫ് ഇട്ടിട്ടാണ് അവർ കുക്ക് ചെയ്തത്. അപ്പം ഞാനത് ഒരു പ്രാവശ്യം ചിക്കൻ 1-2 പ്രാവശ്യം വീട്ടിലുണ്ടാക്കിയപ്പോൾ വിനീതിനത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് വർഷങ്ങളായിട്ട് കുക്ക് ചെയ്യാതായിട്ട് ഈയിടെ വിനീതിന് എവിടുന്നോ അത് ഓർമ്മ വന്നു. അങ്ങനെ വീണ്ടും വിനീത് എന്നോട് പറഞ്ഞ് ഞാൻ അവരോട് റെസിപ്പി ചോദിച്ച് അവരയച്ചു തന്ന് അങ്ങനെ വീണ്ടും കുക്ക് ചെയ്തതാണ്. പക്ഷേ റെസിപ്പി അയച്ചു തന്നതിനകത്ത് അളവൊന്നും ഇല്ലാത്തത് കൊണ്ടും പുള്ളിക്കാരിയുടെ വോയിസ് മെസ്സേജ് ഒക്കെ കേട്ടു വന്നപ്പോഴത്തേക്കെല്ലാം കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞതുകൊണ്ടും ചെറുതായിട്ട് പണിയൊന്ന് പാളിയെങ്കിലും നമ്മൾ അതിനെയൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബീഫും ചിക്കനും കൂടിയൊക്കെ ഇട്ട് പൊട്ടറ്റോ ക്യാരറ്റൊക്കെ ഇട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു സൂപ്പാണ്. അത്യാവശ്യം നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എപ്പോഴെങ്കിലും ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞു. ഇതായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് തീർക്കണമല്ലോ. ഇനി നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കുക്കിംഗ് ആണ്. അതിന് ഞാൻ റൈസ് എടുക്കുന്നത് നമ്മുടെ കൈമ റൈസാണ്, ജീരകശാല അരി. ഇത് ഞാൻ മുമ്പ് കാണിച്ചപ്പം കൈമ റൈസ് എവിടുന്നാണ് വാങ്ങിക്കുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ മലയാളി സ്റ്റോർ വിനായക ഗ്രോസറി എന്നാണ് ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ചേട്ടൻ തന്നെ എടുത്തു തന്ന ഒരു അരിയുടെ ബ്രാൻഡാണ്. അവിടെ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഏതാണോ നമുക്ക് നല്ലത് അതങ്ങ് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വെക്കണം. അപ്പോൾ ഡിഷ് വാഷർ എപ്പോഴും നമ്മൾ നിറയുന്നതനുസരിച്ചിട്ടാണ് കഴുകാൻ വെക്കാറ്. അപ്പോൾ ഇന്നലെ തൊട്ടുള്ള പാത്രങ്ങളുണ്ട്. നമ്മളൊന്ന് റിൻസ് ചെയ്തിട്ടാണ് എപ്പോഴും ഡിഷ് വാഷർ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണങ്ങി പിടിക്കൽ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴേ ഉച്ചയ്ക്ക് എടുത്ത പാത്രങ്ങളും ബൗളും എല്ലാം കൂടി വെച്ചിട്ട് ഇനിയും അതിനെ ഒന്ന് കഴുകാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഇതും ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ. ഒരുപോലെ ചിക്കനും റൈസും അങ്ങ് കുക്ക് ചെയ്ത് പോകാമെന്ന് വെച്ചിട്ട് 2 പാത്രം അപ്പുറം ഇപ്പുറം വെച്ചു. ചിക്കൻ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കകത്താണ് കുക്ക് ചെയ്യുന്നത്. റൈസ് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടി എടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു കോക്കനട്ട് റൈസാണ്. അപ്പോൾ ഇതിനകത്ത് സ്പൈസസ് ആയിട്ട് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, അതുപോലെ ജാതിപത്രി,
ചിക്കൻ്റെ റെസിപ്പി ഞാൻ അങ്ങനെ ഷെയർ ചെയ്യാത്തത് ചിക്കൻ സാധാരണ ഇട്ട് തന്നെ, ചിക്കനകത്ത് ജാതിപത്രി ഇട്ടിട്ടില്ല, ബാക്കി സ്പൈസസ് എല്ലാം ഇട്ടു. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൈസിനകത്തോട്ട് ഒരു 2 മീഡിയം സവാള നീളത്തിൽ കട്ട് ചെയ്തത് ആഡ് ചെയ്തിട്ട് ഇത്തിരി ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതേ സാധനം തന്നെയാണല്ലോ നമ്മൾ ചിക്കനകത്തും യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് രണ്ടും അപ്പുറം ഇപ്പുറം വെച്ചിട്ട് അങ്ങ് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ ഒരു കോക്കനട്ട് റൈസ് നമ്മൾ തേങ്ങ അരച്ചല്ല, തേങ്ങാ പാലിലാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പണ്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇത് സിന്ധു കൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ഞാൻ നോക്കി പഠിച്ചൊരു റെസിപ്പിയാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറാണ്. അപ്പം ഞാൻ നമ്മുടെ മല്ലിയിലയും പുതിനയിലയൊക്കെ ഒന്ന് വെള്ളം തോർത്ത് എടുത്തിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നറിനകത്താക്കിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നന്നായിട്ട് ഫ്രഷ് ആയിട്ട് ഇരുന്നോളും. നമ്മൾ പേപ്പർ ടവൽ ഇങ്ങനെ ഇടയ്ക്ക് നിരത്തിയിട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പം ഞാൻ അതൊന്ന് കഴുകിയെടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴണ്ടു വന്നപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്, അതിൻ്റെ ക്യൂബ്സാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്, ഫ്രോസൺ ക്യൂബ്സ്. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി അതിലോട്ട് 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളകും ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി, ഇനി ആ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ റൈസ് കുക്ക് ചെയ്യുന്നത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നുള്ളൊരളവിലാണ് എടുക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പം കുക്കറിലല്ല, സാധാരണ പാത്രത്തിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 1 കപ്പിന് 2 കപ്പ് അളവിൽ വെള്ളം അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എന്നുള്ള അളവിലാണ് എടുക്കുന്നത്. അപ്പം നമ്മളിത് കോക്കനട്ട് റൈസ് ആയതുകൊണ്ട് തേങ്ങാപ്പാലിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ തേങ്ങാപ്പാൽ നമുക്ക് ഈസി ആയിട്ട് സൂപ്പർ സ്റ്റോറിലോ വാൾമാർട്ടിലോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ അതിനകത്ത് തന്നെ നമ്മുടെ തിക്നെസ് നോക്കി വാങ്ങിക്കാൻ പറ്റും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഈയിടെ എൻ്റെ ഫ്രണ്ട് ഷാംലി അതുപോലെ വിനീത് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല. ലൈറ്റ്, മീഡിയം, അതുപോലെ ഹെവി, അങ്ങനെ നമുക്ക് പല തിക്നെസ്സിലുള്ളത് ചൂസ് ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്തായാലും എൻ്റെ കയ്യിലിരുന്ന തേങ്ങാപ്പാൽ ഇതാണ്. ഇതിനകത്ത് ഞാൻ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനൊന്നും കണ്ടില്ല. പക്ഷെ എന്തായാലും നമ്മൾ എടുക്കുമ്പോൾ തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് വെള്ളം കൂടി ചേർത്ത് അതിൻ്റെ തിക്നെസ് ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്കാണ് കിട്ടുന്നത്. ചിലത് ഇതിനെക്കാട്ടി കട്ടിയുള്ളത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ അതിനകത്ത് ഒരു വ്യത്യാസം കാണും, നമുക്ക് നോക്കി വാങ്ങിക്കായിരിക്കും. പക്ഷെ ഏത് വാങ്ങിച്ചാലും നമ്മൾ അതിനകത്ത് നമ്മുടെ തിക്നെസ് ആവശ്യത്തിനാക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ഇത് തായ്ലൻഡിൽ നിന്നൊക്കെ വരുന്ന സാധനങ്ങളാണ്. ക്യാനിലത്തെ ആണെങ്കിലും അങ്ങനെ ടേസ്റ്റിനോ കാര്യത്തിനോ ഒന്നും ഒരു വ്യത്യാസമില്ല. നമുക്ക് നല്ല എളുപ്പമാണ്, തേങ്ങ പിഴിഞ്ഞെടുക്കാനൊന്നും പോകണ്ട. മുട്ടക്കറി, ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നമ്മുടെ മാഗിയുടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഈ കോക്കനട്ട് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഈ ക്യാനിലെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു മല്ലിയില, പുതിനയില ഒക്കെ ഞാനൊന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇലകൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും അഴുക്കായിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി കൊടുക്കണം. അതുപോലെ വാടി ഉണങ്ങിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ആ ഒരു ഡിഷിൻ്റെ തന്നെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ ഇത് ഫ്രഷ് ആയിട്ടുള്ള ഇലകളായിരുന്നേ, എന്നാലും അതിനകത്ത് അഴുക്കുണ്ടായിരുന്നത് ഞാനൊന്ന് മാറ്റിയതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ സമയത്ത് വിനീത് കടയിൽ പോയിട്ടുണ്ടായിരുന്നു ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കിച്ചും വിനീതും കൂടി എടുത്ത് ഓരോ സ്ഥലത്തായിട്ട് വെക്കുന്നുണ്ട്. നമുക്കിവിടെ പാലിങ്ങനെ ക്യാനിലാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ്, ബെസ്റ്റ് ബിഫോർ ഡേറ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പം നമുക്ക് പായസം വെക്കാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷേ വിനീത് ഗുലാബ് ജാമുൻ കണ്ടപ്പോൾ അത് വാങ്ങിച്ചുകൊണ്ട് വന്നു വാൾമാർട്ടിൽ നിന്ന്. അപ്പോൾ പിന്നെ എളുപ്പമുണ്ടല്ലോ, ഇതാക്കാം സ്വീറ്റ് എന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ സ്കൂൾ സേഫ് എന്ന് പറഞ്ഞിട്ട് പല ഫ്ലേവറിൽ കിട്ടും. ഇത് ബർത്ത്ഡേ കേക്ക് എന്ന് എഴുതിയേക്കുന്ന ഒരു മഫിൻ ബാർസ് ആണ്. നമുക്ക് സ്കൂളിലൊക്കെ പിള്ളേർക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് പീനട്ട്, ട്രീ നട്ട് അങ്ങനത്തെ കണ്ടൻസ് ഒന്നും ഇല്ലാത്തതൊക്കെയാണ് ചില ക്ലാസ്സുകളിൽ ആവശ്യം. കാരണം എന്തെങ്കിലും കുട്ടികൾക്ക് അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇനി അതവർ സ്കൂളിൽ തന്നെ നമ്മളോട് പറയും കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം. ഇപ്പോൾ വാണിയുടെ സ്കൂളിൽ ഇപ്രാവശ്യം അലർജിയുള്ള പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ നോക്കി വേണം കൊടുത്തുവിടാൻ. എഗ്ഗൊന്നും കൊടുത്തുവിടാൻ പറ്റില്ല ഈ വർഷം. അപ്പം ഞാൻ നമ്മുടെ ചിക്കൻ കറിക്കകത്തോട്ട് കുറച്ച് പൊട്ടറ്റോയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പൊട്ടറ്റോ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കറുത്ത് പോവില്ലല്ലോ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ചിക്കൻ കറിക്കകത്തെ പൊട്ടറ്റോ ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടറ്റോയ്ക്ക് നല്ല ഡിമാൻഡാണ്. നമ്മൾ കഴുകി 15 മിനിറ്റ്സ് കുതിർത്ത് വെച്ച അരി വെള്ളമെല്ലാം വാലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒട്ടും വെള്ളമില്ലാതെ ഞാൻ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ അരി ഇളക്കുന്ന സമയത്ത് നല്ല സൂക്ഷിച്ച് ഇളക്കണം. കാരണം പ്രത്യേകിച്ചും കുതിർത്തതല്ലേ, അതുകൊണ്ട് കുത്തി ഉടച്ച് ഇളക്കിയാൽ അരിയെല്ലാം പൊടിഞ്ഞു പോവും. അപ്പം നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ സാധാരണ ഈ പാത്രത്തിൽ എപ്പോഴും ഒരു 3 കപ്പിൻ്റെ അളവാണ് വെക്കുന്നത്. ഇന്നാണെങ്കിൽ 4 കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറുതായിട്ട് പണി പാളിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പറയാം. അപ്പം ഞാൻ നമ്മുടെ അളന്ന് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ 4 കപ്പ്
കപ്പാണെങ്കിൽ 8 കപ്പാക്കി അതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി തേങ്ങാപ്പാലിൻ്റെ ആ ഒരു തിക്നെസ് ഒക്കെ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനൊരു 2 ക്യാൻ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി വെള്ളം കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൂടി കൊടുക്കണം. പിന്നെ നമ്മൾ സാലഡിന് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ഇട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ആ ഒരു ക്യാരറ്റും കൂടി വരുമ്പം നമ്മൾ കട്ട് ചെയ്തിട്ടാൽ ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇട്ടിട്ട് നമ്മുടെ തൈരിൻ്റെ കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം ഞാൻ എപ്പോഴും വാങ്ങിക്കുന്ന തൈര് എന്താണോ അവൈലബിൾ അതങ്ങ് വാങ്ങിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് നമ്മുടെ വോൾമാർട്ടിലെ തൈരാണ് കേട്ടോ. നല്ല കട്ട തൈരാണ്. എന്നിട്ട് ഒത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ ഒരു സുഖമില്ലല്ലോ. അപ്പോൾ ഇത് നമ്മുടെ സാലഡും സൈഡിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതാണ് പണി കിട്ടിയത്. ഞാൻ പാത്രം ഇടയ്ക്കൊന്ന് മാറ്റി 4 കപ്പ് അരി എടുത്തപ്പോൾ ആ പാത്രത്തിൽ ഇളക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാലല്ലേ, അത് അടിക്ക് പിടിക്കുമല്ലോ. അപ്പോൾ അതും കൂടി കാരണം ഞാൻ വലിയൊരു പാത്രത്തിലോട്ടാക്കി. എന്നിട്ട് അത് വലിയ അടുപ്പിലോട്ട് വെച്ചു. അങ്ങനെ ചിക്കൻ കറിയും നമ്മുടെ കോക്കനട്ട് റൈസും ഒക്കെ സൈഡിൽ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമ്മുടെ പാത്രമൊക്കെ കഴുകി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് പെറുക്കി വെക്കാം. ഈ കോക്കനട്ട് റൈസ് സൂപ്പർ യമ്മിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. ഗസ്റ്റൊക്കെ വരുമ്പോഴാണെങ്കിലും കൊടുക്കാൻ അടിപൊളിയാണ്. നമ്മൾ കുക്കറിൽ വെക്കേണ്ട കേട്ടോ, അല്ലാതെ എടുത്താൽ മതി. ഞാൻ പറഞ്ഞ അളവിൽ വെള്ളം എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കറിയും കോക്കനട്ട് റൈസും സാലഡും എല്ലാം സെറ്റാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോയി ഉടുപ്പൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വലിയ പണിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വാരലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ പോകാനായിട്ട് കണ്ട കടശാണി സ്പ്രേ എല്ലാം എടുത്ത് അടിച്ചു. എസൻഷ്യൽ ഓയിൽ ഒഴിച്ച് ഡിഫ്യൂസർ ഒരു സൈഡിൽ വെച്ചു. കാരണം നല്ല തണുപ്പായതുകൊണ്ട് നമുക്ക് ജനലും കതവൊന്നും അത്രയും തുറന്നിടാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നു. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു. ആൾക്ക് വീഡിയോയിൽ വരാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത്. അപ്പം ആൾ നാട്ടിൽ പോയിട്ട് വന്ന് അതിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അവൻ്റെ അമ്മ ഉണ്ടാക്കിയ അച്ചാറാണ്. അപ്പം പുള്ളി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചോദിക്കായിരുന്നു, എനിക്കെന്തിനാണ് ഈ അച്ചാർ കൊണ്ട് തന്നത്, സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്തുകൂടെയെന്ന്. നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, പിന്നെ ഇത് എന്തോ നോർത്ത് ഇന്ത്യൻ ഐറ്റമാണ്, എന്തോ ശർക്കർപ്പാര, എന്തായാലും സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പിന്നെ കാജു കത്രി, നമ്മുടെ കാഷ്യൂ നട്ടിൻ്റെ ബർഫി, അതും നല്ല സൂപ്പർ യമ്മിയായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങയല്ലല്ലോ നമ്മുടെ ഏത്തക്ക ഉപ്പേരി, അതും പിന്നെ നമ്മുടെ ഈ ഒരു കാജു കത്രിയും അതാണ് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു സൈഡിലത്തേതൊക്കെ ഓൾറെഡി ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഫിനിഷ് ചെയ്ത് കേട്ടോ. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്തോ ബോംബെയിലാണ് ആൾ താമസിക്കുന്നത്. പിന്നെ നാട്ടിലും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ബുക്സ്. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർ ബുക്കാണ്, നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിപ്പോൾ ഞാൻ കുറച്ച് വായിച്ചതുകൊണ്ട് പറയുകയാണ്, നല്ലൊരു ബുക്കാണ്. ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് എന്നുള്ള ബുക്ക്. ഈ ബുക്കൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ഇത് ഞാൻ വായിച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ ആൾ കൊണ്ടു തന്നതാണ്. പിന്നെ ഈ ഒരു 5 AM ക്ലബ്ബ്, ഇതും എനിക്കൊന്ന് വായിക്കണമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഒരു 3 ബുക്കും ആൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇത് 2 ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ആ ഗുഡ് വൈബ്സ് ഗുഡ് ലൈഫ് എന്നുള്ള ബുക്ക് ഉറപ്പായിട്ടും വായിച്ചു നോക്കുക കേട്ടോ. നല്ല ബുക്കാണ്, സിമ്പിളായിട്ട് എഴുതിയിട്ടുള്ള ബുക്കാണ്. നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന, ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. നല്ല ബുക്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് മുമ്പ് കിട്ടിയ കുറച്ച് സാധനങ്ങളും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് സമ്മർ ടൈമിൽ എൻ്റെ വേറൊരു ഫ്രണ്ട്, നമ്മുടെ ഒരു സ്വന്തം ചേച്ചിയാണ്, നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, നാട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവരണം. അപ്പോൾ എനിക്കൊന്നും കൊണ്ടുവരാനില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് അമ്മയും എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ബ്രദറും എല്ലാവരും കൂടി അവർ രാജസ്ഥാൻ, കാശ്മീറൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ച ഒരു ജാക്കറ്റ് പോലെ ഒരു സംഭവമാണ്. അത് നമുക്ക് 2 സൈഡും യൂസ് ചെയ്യാം. അകത്ത് മഞ്ഞ കളറും പുറത്ത് മെറൂൺ കളറുമാണ്. അപ്പോൾ നമുക്ക് 2 സൈഡും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ജാക്കറ്റ് പോലൊരു സംഭവമാണ്. നമുക്ക് തണുപ്പത്തൊക്കെ ഇവിടെ ജോലിക്ക് പോകുമ്പോൾ ഇടാമല്ലോ. അപ്പം അതാണ് ഇത്. അതിൻ്റെ കൂടെ കുറച്ച് അവിടെ നിന്നൊക്കെ വാങ്ങിച്ച കുറച്ച് ഓർണമെന്റ്സും സാധനങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇത് എൻ്റെ ബ്രദർ എനിക്ക് ഓർഡർ ചെയ്ത് തന്ന ഒരു ബുക്കാണ്, സെൻ ദി ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്. അപ്പോൾ ഇതുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഭയങ്കര സിമ്പിൾ റീഡാണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എളുപ്പത്തിൽ വായിച്ചു പോകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നല്ല ബുക്കാണിതും.
പിന്നെ കുറച്ച് മാല, വള, മോതിരം സാധനങ്ങളൊക്കെയാണ്. എനിക്ക് ഈ മോതിരം നല്ല ക്രേസാണ്. അപ്പോൾ ഇതാ കാശ്മീരിൽ നിന്ന് വാങ്ങിച്ച ഒരു മാലയാണ്, നല്ല മാലയാണ്. അപ്പോൾ അതിൻ്റെ ലോക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട്. ഇത് രാജസ്ഥാനിൽ നിന്ന് വാങ്ങിച്ച ഒരു മാലയാണ്. ഇതൊന്നും ആക്ച്വൽ സിൽവർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊന്നും ആക്ച്വൽ സിൽവർ അല്ല, ഇത് 2 പാദസരമാണ്. ഇത് ഞാൻ എങ്ങനെ ഇടും എന്നെനിക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ ജസ്റ്റ് ഇമിറ്റേഷൻ സാധനങ്ങളാണ്. പിന്നെ ഇത് കുറേ ഹാങ്ങിങ്സ് ഒക്കെ ഉള്ള ഒരു ബാങ്കിളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് അവരവിടെ ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അന്നേരം എന്നെ വിളിച്ചിട്ട് എനിക്ക് ഏതൊക്കെ വേണം എന്ന് ചോദിച്ച് ഞാൻ എന്തൊക്കെയോ പറഞ്ഞാണ്. ഈ മാലയൊക്കെ എപ്പോഴാണ് ഞാൻ ഏസ് പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ലാത്ത മാലകളാണ് കേട്ടോ. ഇതൊക്കെ കൈ കിട്ടിയപ്പോഴാണ് ഓഹോ എന്ന് തോന്നിയത്. ഇത് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ സിസ്റ്റർ, അതായത് കുഞ്ഞി ഓർഡർ ചെയ്ത ഒരു ഒറ്റക്കാലയിൽ ഇടുന്ന ഒരു കൊലുസാണ്. ഇതാണ് കേട്ടോ നേരത്തെ കാണിച്ച മാല. പിന്നെ കുറച്ച് കമ്മലുകളാണ്. കമ്മലുകൾ എനിക്ക് നല്ല ഇഷ്ടമാണ് മാറി മാറി ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോകുമ്പം കഴിവതും നമ്മൾ മാറി മാറി ഒന്നും ഇടാണ്ട് എന്തെങ്കിലും സിമ്പിളായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ നോക്കിയാണ് ഇപ്പം ആ ഒരു ശീലത്തിൽ നിന്നൊരു മാറ്റം വന്നത്. എൻ്റെ കയ്യിൽ 16 വർഷമായിട്ടുള്ള കമ്മൽ വരെ ഉണ്ട് ഇപ്പോഴും. ഇവിടെയുണ്ട്, കാനഡയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. പിന്നെ കുറേ മോതിരങ്ങളാണ്. മോതിരങ്ങളൊന്നും പണ്ട് അത്രയും ക്രേസ് ഇല്ലാത്തതായിരുന്നു, പക്ഷേ ഇപ്പം മോതിരങ്ങൾ നല്ല ഇഷ്ടമാണ്. ഇതെൻ്റെ ബ്രദർ വാങ്ങിച്ചു തന്ന മോതിരമാണ്. ഇതൊക്കെ സിൽവറാണ് കേട്ടോ. ഇതൊക്കെ കാശ്മീരിൽ നിന്ന് ഇവർ വാങ്ങിച്ചതാണ്, സിൽവർ ആണെന്നാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് എന്തോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എംബഡി ചെയ്തിട്ടുണ്ട്, 916 ഒക്കെ നമ്മൾ എഴുതുന്നത് പോലെ. നമ്മൾ നാട്ടിലില്ലാത്തപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു മുട്ടുസൂചിയാണെങ്കിൽ പോലും അത് ഒത്തിരി വാല്യുബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാവരുടെയും കൈ പതിഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ, ബ്രദറിൻ്റെ, സിസ്റ്ററിൻലോയുടെ അമ്മയുടെ, അങ്ങനെ എല്ലാവരുടെയും സ്നേഹം പൊതിഞ്ഞ് കിട്ടിയ കുറച്ച് സാധനങ്ങളാണ്. കൂട്ടത്തിൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് അവൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും ഉണ്ട്. ബുക്സും തുണിയും ജ്വല്ലറിയും ഒക്കെ ആയിട്ട് ഒരുപാട് സന്തോഷം. അപ്പം അങ്ങനെ കുറേ ഓർണമെന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം, ഇതിനകത്ത് ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടി ഒന്ന് കാണിക്കും. കുറേ നാളായിട്ട് ആക്ച്വലി ഇതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എന്തായാലും നമ്മുടെ ഫ്രണ്ട് കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂടെ ഇതും കൂടി അങ്ങോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കോക്കനട്ട് റൈസ് എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ കേട്ടോ. എൻ്റെ റെസിപ്പിയൊന്നും അല്ല, എന്നാലും ഞാൻ കാണിച്ചതല്ലേ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. ഓരോ കമൻസും ഒരുപാട് ഇഷ്ടത്തോടു കൂടിയാണ് വായിക്കുന്നത്. ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ പറയുന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കണക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കിട്ടുന്നത് കമൻസിലൂടെയാണല്ലോ. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും പുതിയ കമൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് എല്ലാ കമൻസിനും തന്നെ റിപ്ലൈയും തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ഹാർട്ടായാലും സ്മൈലി ഫേസ് ആയാലും ഒക്കെ കമൻറ്റ് ചെയ്യുമ്പോൾ വീഡിയോ കണ്ടെന്നും എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവരെ കാണാത്തതും ഒരു സങ്കടമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം. എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.